ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ കിടന്നിട്ടൊക്കെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിന് വേണ്ടിയിട്ട്, ഓക്കെ, ഈ ഒരു ഭാഗത്തിന് നമ്മുടെ ആപ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് സിമ്പിൾ എക്സസൈസുകൾ. അതും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അതേ കണക്ക് തന്നെ പ്രായമായ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ ആപ്സിന്റെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനുള്ള കുറച്ച് എക്സസൈസുകളാണ് നമ്മളത് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം മിക്കവാറും നമ്മൾ പ്രായമായി വരുന്തോറും നമ്മുടെ ഈ കോർ സ്റ്റെബിലിറ്റി ഒക്കെ, നമ്മുടെ ഈ വയറിന്റെ ഭാഗത്തെ മസിൽസുകളെല്ലാം തന്നെ വീക്കായി തുടങ്ങും. അത് കണക്ക് തന്നെ ഒരുപാട് ആപ്സിന് അല്ലെങ്കിൽ ബെല്ലി ഫാറ്റ് കുറയ്ക്കണം എന്നൊക്കെ കരുതുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവർക്കൊക്കെ ഒരുപാട് കഠിനമായിട്ടുള്ള വ്യായാമങ്ങളൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല തുടക്ക സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് പ്രായമായി വരുന്തോറും നമുക്ക് ഒരുപാട് കടുപ്പമുള്ള വർക്കൗട്ടുകളൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഈ വർക്കൗട്ടുകൾ നിങ്ങൾക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഈ ആപ്സിന്റെ മസിൽസിനെ ട്രെയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഞാൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞുതരാം നിങ്ങൾ എത്ര റബ്സ് ചെയ്യണം, അതേപോലെ നിങ്ങൾ എങ്ങനെ ബ്രീത്ത് ചെയ്യണം, നിങ്ങളുടെ ഒരു ബോഡി പൊസിഷൻ എങ്ങനെയായിരിക്കണം. അപ്പം കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത്. ഓക്കെ, അല്ലാതെ സാധാരണ നിങ്ങൾ കാണുന്ന വീഡിയോ കണക്ക് വെറുതെ എന്തെങ്കിലും കാണിച്ചു തരികയല്ല ചെയ്യുന്നത്. നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസ് ആണ് തരുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഇതിന്റെ കറക്റ്റ് ഫോമും കാര്യങ്ങളും എല്ലാമാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം കൂടുതൽ ദീർഘിപ്പിച്ച് നമുക്ക് നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ നമ്മുടെ വർക്കൗട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ വ്യായാമം എന്ന് പറയുന്നത് ലെഗ് റൈസ് എന്ന് പറയുന്ന എക്സസൈസ് ആണ്. ഓക്കെ, അപ്പം അത് നമ്മൾ ഒരു കാല് വെച്ചാണ് ആദ്യം ചെയ്യുന്നത്. അപ്പം പ്രത്യേകിച്ച് നിങ്ങൾ തുടക്കക്കാരാണ്, പ്രായമുള്ള ആൾക്കാരാണ്, അപ്പം നമുക്ക് കൂടുതൽ അങ്ങോട്ട് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യേണ്ട. അപ്പം അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതേ കണക്ക് ഫ്ലോറിൽ കിടക്കാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ യോഗ മാറ്റോ അല്ലെങ്കിൽ നമുക്ക് പായ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലാതെ വെറുതെ ടൈലിലും ഫ്ലോറിലും ഒന്നും കിടന്നിട്ട് ചെയ്യാനായിട്ട് നിൽക്കേണ്ട. ഓക്കെ, ഇതേപോലെ കിടക്കുക. നിങ്ങളുടെ കൈകൾ ഇതേ കണക്ക് സ്റ്റേബിൾ ആയിട്ട്, ഇതേ കണക്ക് സ്ട്രോങ് ആയിട്ട് ഇതേ കണക്ക് ചേർത്ത് വെക്കുക, നിങ്ങളുടെ ബോഡിയോട് ചേർത്ത് വെക്കുക ഇതേപോലെ. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പതുക്കെ നിങ്ങളുടെ ഒരു കാല് മുകളിലോട്ട് ഉയർത്തുക ഇതേപോലെ. കണ്ടല്ലോ, ഇതേപോലെ ഉയർത്തുക. ഈ ഒരു ഭാഗത്തെ മസിൽസിനായിരിക്കും ഇതിന്റെ ഒരു ഫുള്ളായിട്ടുള്ള ബെനിഫിറ്റ് വരുന്നത്. ഓക്കെ, സാവധാനം താഴോട്ട് കൊണ്ടുപോവുക. ബ്രീത്തിങ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുകളിലോട്ട് ഉയർത്തുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്തു താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക. ബ്രീത്ത് ഇൻ. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് ഒരുപാട് അങ്ങ് മുകളിലോട്ട് ഉയർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. ഓക്കെ, ചില ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ കിടന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണാം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ ഈ ഒരു ഭാഗത്ത് ലോവർ ബാക്കിനൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. അത് മാത്രമല്ല നമുക്ക് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു പ്രയോജനം നമുക്ക് കിട്ടുകയില്ല. അപ്പം നിങ്ങൾ വളരെ കൺട്രോൾ ചെയ്ത് വേണം നമ്മുടെ എക്സസൈസുകൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഇതേപോലെ ചെയ്യുക. നമ്മുടെ ഈ ലോവർ ബാക്ക് തറയിൽ തന്നെ നല്ല സ്റ്റേബിൾ ആയിട്ട് തന്നെ ഇരിക്കണം. ലോവർ ബാക്ക് ഇവിടെ കൊണ്ട് ഉയർത്താനൊന്നും ശ്രമിക്കരുത്. ഓക്കെ, അപ്പൊ ബ്രീത്തിങ് മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു രണ്ട് കാലുകൾ നമ്മൾ മാർച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒരു ഇതാവുന്നത്. ഓക്കെ, ഞാൻ ഒന്നാ കാണിച്ചു തരാം. അപ്പം ഇങ്ങനെ ഒരു കാലിൽ നമ്മൾ ചെയ്തു, അതിനുശേഷം താഴോട്ട് കൊണ്ടുവന്നു, വീണ്ടും അടുത്ത കാലിൽ നമ്മൾ മേളിലോട്ട് ഉയർത്തിയപ്പോൾ നിങ്ങളുടെ ഒരു നമ്പർ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾ 10 പ്രാവശ്യമാണ്, 10 എണ്ണമാണ് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ, 10 എണ്ണമാണ് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു വർക്കൗട്ടാണ് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യേണ്ടത്. രണ്ടാമത്തെ വ്യായാമത്തിലോട്ട് പോകാം. രണ്ടാമത്തെ വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു പൊസിഷൻ, ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു പൊസിഷനിലോട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാം. ഓക്കെ, കൈകൾ നിങ്ങൾ തറയിൽ ഇതേപോലെ കുത്തിവെക്കുക. ഓക്കെ, അതിനുശേഷം ഈ ഒരു പൊസിഷനിലാവട്ടെ നിങ്ങളുടെ ഇതെന്ന് പറയുന്നത്. നിങ്ങൾ ചെസ്റ്റ് ഒക്കെ അപ്പ് ചെയ്യുക ഇതേ കണക്ക്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
നിങ്ങളുടെ രണ്ട് കാലുകൾ പതുക്കെ ഉയർത്തുക. ഇതേപോലെ കണ്ടല്ലോ, ഇതേപോലെ. നൈസ്, നല്ല എക്സസൈസ് ആണ് വയറിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇതേ കണക്കിന് ഇതിന് ശേഷം പതുക്കെ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. ഇതേപോലെ ഫ്ലോറിൽ മുട്ടിക്കരുത്. ഓക്കെ, ഫ്ലോറിൽ നിങ്ങൾ മുട്ടിക്കണ്ട, ഇതേ കണക്ക് കൊണ്ടുവരിക. അതിനുശേഷം വീണ്ടും 2, സാവധാനം മുമ്പോട്ട് കൊണ്ടുപോവുക. 3, നല്ല വ്യായാമമാണ്. നൈസ്. 4, ഇതേ കണക്ക്. ഓക്കെ, വളരെ കൺട്രോൾ ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പം ഇതിന്റെ ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് ഔട്ട്. താഴോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സസൈസ്. അപ്പം നിങ്ങൾ 10 ചെയ്താൽ മതിയാവും. ഓക്കെ, നമുക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയാവും. ദിവസേന നിങ്ങൾ കിടന്ന് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ആപ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 3 ദിവസം തന്നെ ചെയ്യുന്നത് ധാരാളമായിരിക്കും. ഓക്കെ, എക്സസൈസ് എന്ന് പറയുന്നത് ഫ്ലട്ടർ കിക്ക് എന്ന് പറയുന്ന എക്സസൈസ് ആണ്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യായാമമാണത്. ഓക്കെ, അപ്പം ഈ ഒരു വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നമ്മൾ ആദ്യം ചെയ്ത ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ഈ ഒരു പൊസിഷൻ ഇതേ കണക്ക് നിങ്ങൾക്ക് ഇരിക്കുക. നിങ്ങളുടെ കൈകൾ ഇതേ കണക്ക് താഴെ കുത്തുക. ഇതേപോലെ ഇതായിരിക്കണം നിങ്ങളുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് പതുക്കെ ഞാൻ ഈ ചെയ്യുന്ന പോലെ ഇതാണല്ലേ, ഒരു കാല് പതുക്കെ ഇങ്ങനെ ഉയർത്താം. ഇത്ര മാത്രമേ ഉയർത്താവുള്ളൂ. അതിനുശേഷം ആ കാല് സാവധാനം താഴോട്ട് കൊണ്ടുവരുന്നതനുസരിച്ച് അടുത്ത കാല് മുകളിലോട്ട് ഉയർത്തുക. ഇതാണ് നമ്മുടെ ഈ ഒരു എക്സസൈസ്. ഓക്കെ, ഇതേപോലെ ചെയ്യാവുന്നതാണ്. നൈസ്, കൺട്രോൾ. കണ്ടല്ലോ, ഇതേ കണക്ക് നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാം. അപ്പം ഇത് ചില ആൾക്കാർ ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ള രീതിയിലാണ്. ചില ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു പൊസിഷനിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണാം. തെറ്റാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ആ പ്രയോജനം കിട്ടില്ല. ഓക്കെ, അപ്പം അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷൻ വന്നതിന് ശേഷം സാവധാനമായിരിക്കണം നിങ്ങളുടെ ഒരു മൂവ്മെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇത്ര മാത്രം നിങ്ങളുടെ കാലുകൾ ഉയർന്നാൽ മതിയാവും. ഒരുപാട് നിങ്ങൾ മുകളിലോട്ട് കാലുകൾ ഉയർത്തരുത്. അത് നിങ്ങൾക്ക് വളരെ അപകടം ചെയ്യും. ഓക്കെ, ഇതേ കണ്ട് ഇത്ര മാത്രം. ഇപ്പൊ തന്നെ എൻ്റെ വയറ് നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവുന്നുണ്ട്, അവിടുത്തെ ഒരു പേശികൾ. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് സാവധാനത്തിൽ ചെയ്യാം. നൈസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലോറിൽ ഇതേപോലെ കിടക്കാവുന്നതാണ്. കൈ ഇതേ കണക്ക് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് വെക്കുക. അതിനുശേഷം കാല് നമ്മളിപ്പോൾ അത് ചെയ്തില്ലേ, അതേപോലെ തന്നെ. നൈസ്. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് പരിശീലിക്കാം. അടുത്ത നമ്മുടെ വ്യായാമം എന്ന് പറയുന്നത് ക്രഞ്ചസ് ആണ്. ഓക്കെ, ക്രഞ്ചസ് ചെയ്യാം. അപ്പം ക്രഞ്ചസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഒരു 2-3 വേരിയേഷൻസ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതേ കണക്ക് കിടക്കാം. ഓക്കെ, നിങ്ങളുടെ കാലുകൾ ഇതേ കണക്ക് വെക്കുക. ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്ട്രോങ് ആയിട്ട് കാലുകൾ വെക്കാം. നിങ്ങളുടെ കൈകൾ ഇതേപോലെ ഇങ്ങനെ നിങ്ങളുടെ ഒരു ചെവിയുടെ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഇതേ കണക്ക് ഇങ്ങനെ വെക്കാം. ഓക്കെ, ഇതേ കണക്ക് വെക്കാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ സാവധാനം ഉയരുക. ഇത്ര മാത്രമേ നിങ്ങൾ ഉയരാവുള്ളൂ. ഓക്കെ, ഒരുപാട് നിങ്ങൾ മുകളിലോട്ട് ഉയരാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് നടുവിനൊക്കെ പ്രശ്നം ഉണ്ടാക്കും. അപ്പം ഇത്ര മാത്രം ഉയരുക. അതിനുശേഷം താഴോട്ട് വരിക. ഓക്കെ, തറ കൊണ്ടുവന്ന് തലയിൽ മുട്ടിക്കരുത്. ഇത്ര മാത്രം വരിക. വീണ്ടും മേളിൽ വരുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് ഇൻ, ഇങ്ങനെ ചെയ്യുക. ഇത് നല്ല എഫക്റ്റീവ് ആണ് കേട്ടെ. നിങ്ങളുടെ വയറിന് ആ ഒരു ഫാറ്റ് കുറയ്ക്കാനും ആ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനും അതിനെ തന്നെ ആ ഒരു ഭാഗത്തെ മസിൽസിനെ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല വ്യായാമങ്ങളിൽ ഒന്നാണ്.
ഈ ഒരു ക്രഞ്ചസ് എന്ന് പറയുന്ന വർക്കൗട്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വളരെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് ബ്രീത്തിങ് ഒക്കെ പ്രോപ്പർ ആക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പം ഇങ്ങനെ കൈവെക്കുക, അതിനുശേഷം ഒന്ന് ഹോൾഡ് ചെയ്യുക, മുകളിൽ വന്നതിന് ശേഷം താഴോട്ട് പോവുക, ബ്രീത്ത് ഇൻ ചെയ്യുക. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്യാവുന്ന ക്രഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ തുടക്കത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ രീതിയാണ്. നിങ്ങൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയി നിങ്ങൾക്ക് കുറച്ചും കൂടെ ചെയ്ത് എക്സ്പീരിയൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ കാലുകൾ നിങ്ങൾക്ക് ഇതേ കണക്ക് ഉയർത്തി വെക്കാം. ഓക്കെ, ഞാൻ ഈ വെച്ചേക്കുന്ന കണക്ക് ഉയർത്തി വെക്കാം, ഈ ഒരു ലെവലിൽ ഉയർത്തി വെച്ചേക്കാം. അതിനുശേഷം നമ്മൾ ചെയ്ത കണക്ക് തന്നെയാണ് ഇതേപോലെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് ക്രഞ്ചസ് എന്ന് പറഞ്ഞ വർക്കൗട്ട്. ഇത് പലരും തെറ്റായിട്ടുള്ള രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. കാരണം ചില ആൾക്കാരൊക്കെ ഇങ്ങനെ കിടന്നിട്ട് തലയിലൊക്കെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചതിന് ശേഷം ഇങ്ങനെ ഭയങ്കരമായിട്ട് മുകളിലോട്ടൊക്കെ ഉയരാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, അത് തെറ്റായിട്ടുള്ള രീതിയാണ്. നമുക്ക് ഈ രീതിയിലുള്ള ക്രഞ്ചസ് മതി നമ്മുടെ ആപ്സിന്റെ മസിൽസ് മൊത്തം സ്ട്രോങ് ആവാനായിട്ട്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ലാസ്റ്റത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ബൈസിക്കിൾ ക്രഞ്ചസ് എന്ന് പറയുന്ന വ്യായാമമാണ്. ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. അപ്പം നിങ്ങൾ ചോദിക്കും തുടക്കക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. നിങ്ങൾ നല്ല പ്രോപ്പറായിട്ട് ഞാൻ ഈ കാണിക്കുന്ന കണക്ക് തന്നെ നിങ്ങൾ പരിശീലിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇത് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ക്രഞ്ചസ് എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെയാണ് അതിൻ്റെ വേറൊരു വേരിയേഷനാണ്, കുറെ കൂടെ എഫക്റ്റീവ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതേ കണക്ക് കിടക്കാം. കിടന്നതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത ക്രഞ്ചസ് ചെയ്ത കണക്ക് തന്നെ നിങ്ങളുടെ കൈകൾ ഇതേപോലെ വെക്കുക. ഓക്കെ, ഇതേപോലെ വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ഒരു കാല് ഇതേപോലെ പതുക്കെ ഉയർത്തുക. കണ്ടില്ലേ, ഞാൻ ഉയർത്തി വെച്ചിരിക്കുന്ന കണക്ക് ഉയർത്തി വെക്കുക. അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പതുക്കെ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കാല് ഇങ്ങനെ വരുന്നതിനോടൊപ്പം തന്നെ ഇതേപോലെ, കണ്ടില്ലേ, ഇതേപോലെ ആ ഒരു ഭാഗത്തോട്ട് നിങ്ങൾ പതുക്കെ ട്വിസ്റ്റ് ചെയ്യുക. ഓക്കെ, ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ, നൈസ്. അപ്പൊ നിങ്ങൾ തുടക്കക്കാരാണെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഓക്കെ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വർക്കൗട്ട് ഞാൻ അടുത്തതായിട്ട് കാണിച്ചു തരാം. അപ്പം തുടക്കക്കാർ ഇങ്ങനെ ചെയ്യുക. അപ്പം ഇതേപോലെ 1 പഴയ പൊസിഷനിലോട്ട് വരിക. അതിനുശേഷം അടുത്ത കാല് ഉയർത്തുക. 2 ഇതേപോലെ, കണ്ടില്ലേ, ആ ഒരു വശത്തോട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. പഴയ പൊസിഷൻ. 3 നൈസ്. 4 5 6. ഓക്കെ, ഇതാണ് ബൈസിക്കിൾ ക്രഞ്ചസിന്റെ ഒരു നിങ്ങൾ തുടക്കത്തിൽ ചെയ്യേണ്ട വേരിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ ആപ്സ് നല്ല രീതിയിൽ ടൈറ്റ് ആകുന്നുണ്ട്, ഒരു പെയിൻ അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഫാസ്റ്റ് ആയിട്ട് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഫ്ലോറിൽ അതൊക്കെ ഇങ്ങനെ കാലുകൾ ഉയർത്തിയാണ് ചെയ്തത്. അപ്പം നമ്മൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കുവാണ് നമ്മുടെ മൂവ്മെന്റ് അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ. ഇത് കണക്ക് കൈ വെക്കുക. അതിനുശേഷം തുടങ്ങാം, കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ ചെയ്തതിനു ശേഷം ഇതേപോലെ 1 2 3 4 5 6 7 8 9 10 1 2 3 4. ഇതാണ് നിങ്ങൾ അല്പം കൂടെ അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ചെയ്യേണ്ട മെത്തേഡ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നിങ്ങൾക്കുള്ള ആപ്സിന്റെ എക്സസൈസുകൾ. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ നല്ല കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. അപ്പം A to Z കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾ എങ്ങനെ ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തുടക്കത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, നിങ്ങൾ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അതിൻ്റെ ആ ഒരു പോസ്റ്റർ എങ്ങനെയായിരിക്കണം, നമ്മുടെ പൊസിഷൻ എങ്ങനെയായിരിക്കണം, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പം ഇതേ കണക്ക് നിങ്ങളുടെ ഫിറ്റ്നസ് സംബന്ധിച്ചിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ ഒന്ന് ഞെക്കിയതിന് ശേഷം നിങ്ങൾ ഒരു ബെല്ല് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം അതിനകത്തും കൂടെ ഒന്ന് ഞെക്കിയേക്കുക. കാരണം ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു
ബെൽ ബട്ടൺ ആക്ടിവേഷൻ ആക്കി വെക്കേണ്ടതുണ്ട്. അത് മറന്നു പോരുത്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.